നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 മാർച്ച് 20 വ്യാഴം. എല്ലാം കിറുകൃത്യം, ശാസ്ത്രവിജയം. ബഹിരാകാശ പര്യവേഷണം എൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ചു. ഭൂമിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അതിർത്തികളെയോ വ്യത്യസ്ത ദേശക്കാരായ ആളുകളെയോ കാണാൻ കഴിയില്ല. അപ്പോഴാണ് നാം എല്ലാവരും മനുഷ്യരും പ്രപഞ്ചത്തിലെ പൗരരുമാണെന്ന് മനസ്സിലാകുന്നത്. സുനിത വില്യംസ്. മന്ത്രിസഭ 4ാം വാർഷികം. നാടെങ്ങും ആഘോഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ. എല്ലാ ജില്ലയിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കില്ലെന്ന് കേന്ദ്രം. നൽകുന്നത് മികച്ച ഇൻസെന്റീവ് എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. DPRന് മന്ത്രിസഭ അംഗീകാരം. വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത നിർമ്മാണം ഉടൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന റെയിൽപാതയുടെ നിർമ്മാണം ഉടൻ തുടങ്ങും. പദ്ധതിക്കായി കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ വിശദ പദ്ധതി രേഖ DPR മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കൽപ്പറ്റ ടൗൺഷിപ്പ് ഭൂമി ഏറ്റെടുക്കാൻ 26.56 കോടി അനുവദിച്ചു. 64,000 EMS സ്മരണ പുതുക്കി നാട്. ജില്ലാ പഞ്ചായത്ത് പ്രതിരോധ കുത്തിവയ്പ് തുടങ്ങി. അവകാശ സംരക്ഷണ സദസ്സിന് തുടക്കം. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ FSETOയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ അവകാശ സംരക്ഷണ സദസ്സുകൾ ആരംഭിച്ചു. കൊല്ലം വൈബാണ് വി പാർക്ക്. അൾട്രാവയലറ്റ് സൂചിക റെഡ് അലർട്ടിൽ ജില്ല അതീവ ജാഗ്രത വേണം. കഞ്ചാവും ചെടികളുമായി യുവാക്കൾ പിടിയിൽ. MDMAയുമായി യുവാവ് അറസ്റ്റിൽ. എക്സൈസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് കഞ്ചാവ് കേസ് പ്രതി കടന്നു. BJP കോൺഗ്രസ് ലീഗ് കൂട്ടുകെട്ട്. തൊടുപുഴ നഗരസഭയിൽ LDFനെതിരെ അവിശ്വാസ പ്രമേയം പാസായി. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രസ്ഥാന ചുമട്ടുതൊഴിലാളി സമരം ഇന്ന്. വയനാട് ദുരന്തബാധിതരെ കേന്ദ്രം അവഗണിച്ചു. ബ്രിട്ടാസ്. പ്രധാന അധ്യാപകനിൽ നിന്ന് പണം തട്ടി കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ 4 പേർ പിടിയിൽ. പട്ടികജാതി വർഗ കോർപ്പറേഷന് അക്രഡിറ്റഡ് ഏജൻസി പദവി നൽകും മന്ത്രി P. രാജു. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ വായ്പാ പദ്ധതികൾ വിപുലപ്പെടുത്താനും സർക്കാർ വകുപ്പുകളുടെ വിവിധ പ്രവൃത്തികൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിനുമുള്ള അക്രഡിറ്റഡ് ഏജൻസി പദവിക്കുള്ള നടപടിയെടുക്കുമെന്ന് പട്ടികജാതി വർഗ വികസന മന്ത്രിക്ക് വേണ്ടി വ്യവസായ നിയമകാര്യമന്ത്രി P. രാജീവ് നിയമസഭയിൽ അറിയിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിൽ സർക്കാരിന് അനുകൂല നിലപാട്. ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നതിൽ സംസ്ഥാന സർക്കാരിന് അനുഭാവപൂർവമായ സമീപനമെന്ന് മന്ത്രി വീണ ജോർജ്. 2023-24 സാമ്പത്തിക വർഷം കേന്ദ്രം ₹1 തരാഞ്ഞിട്ടും ഓണറേറിയം വിതരണം ധനവകുപ്പ് മുടക്കിയിട്ടില്ല. ദേശാഭിമാനി എഡിറ്റോറിയൽ. സുനിത വില്യംസ് നൽകുന്ന സന്ദേശം. ദേശാഭിമാനി എഡിറ്റോറിയൽ. സുനിത വില്യംസ് നൽകുന്ന സന്ദേശം. ലോകം കാത്തു നിൽക്കുകയായിരുന്നു സുനിത വില്യംസിൻ്റെയും സംഘത്തിൻ്റെയും മടങ്ങിവരവിനായി. ആശങ്കയും ആകാംക്ഷയും ആഹ്ലാദത്തിന് വഴിമാറിയ നിമിഷത്തിൽ ഫ്ലോറിഡ തീരത്ത് ശാന്തമായ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സുനിതയുടെയും സംഘത്തിൻ്റെയും പേടകം സുരക്ഷിതമായി ഇറങ്ങി. ഇച്ഛാശക്തിയുടെ പുതുചരിത്രം. മുഖ്യമന്ത്രി. മോദിയുടെ ക്ഷണത്തിന് ചോരമണം. വലിയ പാഠപുസ്തകം. ഡോക്ടർ S. സോമനാഥ്.
സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിൽ പ്രതീകാത്മകമായി ഒളിമ്പിക് ദീപശിഖ തെളിയിച്ചപ്പോൾ. താരാപഥം ചേതോഹരം 7576 ഭ്രമണപഥങ്ങൾ. 30 മാസം സംഭവ ബഹുലം. 2024 ജൂൺ 5 സുനിത വില്യംസിനെയും ബുച്ചു വിൽമോറിനെയും വഹിച്ചുകൊണ്ട് ബോയിങ് സ്റ്റാർ ലൈനർ ദൗത്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക്. 2024 ജൂൺ 6 27 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം സുനിതയും വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. യാത്രയ്ക്കിടെ പേടകത്തിന്റെ 5 ത്രസ്റ്ററുകൾക്ക് കേടുപറ്റി. 2024 ജൂൺ 11 ഹീലിയം തകർച്ച, ത്രസ്റ്റർ തകരാറ് എന്നിവ മൂലം ഇരുവരുടെയും യാത്ര ജൂൺ 18 മാറ്റിവെച്ചു. 2024 ജൂൺ 26 US-ന്റെ ഏക പേടകമായ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗണിൽ ഇരുവരെയും തിരിച്ചെത്തിക്കാൻ നാസ ആലോചിക്കുന്നു. 2024 ജൂൺ 28 ത്രസ്റ്റർ തകരാറിന്റെ കാരണം കണ്ടുപിടിക്കാനായിട്ടില്ലെന്ന് ബോയിങ്. 2024 ജൂലൈ 21 സ്റ്റാർ ലൈനറിന് ബഹിരാകാശത്ത് തുടരാനുള്ള പരമാവധി ദിവസം പിന്നിടുന്നു. 2024 ആഗസ്റ്റ് 7 സ്റ്റാർ ലൈനറിലെ മടക്കയാത്ര സുരക്ഷിതമല്ലെന്ന് നാസ. 2024 സെപ്റ്റംബർ 6 സ്റ്റാർ ലൈനർ ആളില്ലാതെ ഭൂമിയിലേക്ക് മടങ്ങി. 2024 സെപ്റ്റംബർ 29 സുനിതയ്ക്കും വിൽമോറിനും 2 സീറ്റൊഴിച്ച് 2 യാത്രക്കാരുമായി ക്രൂ 9 സ്പേസ് എക്സ് വിക്ഷേപിക്കുന്നു. 2024 ഡിസംബർ 17 നാസ ക്രൂ 10 ദൗത്യത്തിന്റെ വിക്ഷേപണം ഫെബ്രുവരിയിൽ നിന്ന് മാർച്ചിലേക്ക് മാറ്റി. 2025 ജനുവരി 29 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപദേഷ്ടാവും സ്പേസ് എക്സ് സിഇഒയുമായ ഇലോൺ മസ്കിനോട് സുനിതയെയും വിൽമറിനെയും മടക്കിക്കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നു. 2025 മാർച്ച് 14 ക്രൂ 10 വിജയകരമായി വിക്ഷേപിച്ചു. 2025 മാർച്ച് 16 ക്രൂ 10 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. 2025 മാർച്ച് 18 സുനിതയും വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങുന്നു. 2025 മാർച്ച് 19 സുനിതയും വിൽമോറും 286 ദിവസത്തിനു ശേഷം ഭൂമിയിൽ തിരിച്ചെത്തുന്നു. മണിപ്പൂരിൽ ഗോത്ര വിഭാഗക്കാരനെ വെടിവെച്ചു കൊന്നു. നാഗ്പൂർ കലാപം 8 സംഘപരിവാറുകാർ പിടിയിൽ. കെന്നഡി വധം രേഖകൾ പുറത്തുവിട്ട് ട്രംപ്. ആശാസമരം ചർച്ചയിലും മറ നീക്കുന്നത് സമരക്കാരുടെ ഗൂഢതാൽപര്യം. ഏതാനും ആശാമാരെ മുന്നിൽ നിർത്തി SUCIയും സംഘപരിവാറും ആസൂത്രണം ചെയ്ത സമരനാടകം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് വ്യക്തമാക്കി നേതൃത്വം. സർക്കാർ ബുധനാഴ്ച നടത്തിയ ചർച്ചയിൽ നേതാക്കളുടെ ഗൂഢതാൽപര്യം വീണ്ടും മറ നീങ്ങി. ആവശ്യങ്ങളോട് LDF സർക്കാരിന്റെ അനുകൂല നിലപാടും സമീപനവും സാമ്പത്തിക സ്ഥിതിയും കഴിഞ്ഞ 4 ചർച്ചയിലും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആശാമാരുടെ ഉന്നമനത്തേക്കാൾ LDF വിരുദ്ധ സമീപനങ്ങളാണ് ഉള്ളതെന്ന് തെളിയിക്കുന്നതായി നേതാക്കളുടെ സമീപനം. 26,000 ആശാമാരുള്ളതിൽ 1000-ൽ താഴെ പേർ മാത്രമാണ് സമരം ചെയ്യുന്നതെന്ന് ബോധ്യമുള്ളപ്പോഴും തഴയാനല്ല ചർച്ചയ്ക്കാണ് സർക്കാർ വീണ്ടും തയ്യാറാകുന്നത്. പോളി ഹോസ്റ്റലിലെ കഞ്ചാവ് കേസ്. KSUക്കാർക്ക് കഞ്ചാവ് എത്തിക്കുന്ന 2 ഇതര സംസ്ഥാനക്കാർ അറസ്റ്റിൽ. 4 KSUക്കാരാണ് കേസിൽ റിമാൻഡിലായത്. റാഗിംഗ് വിരുദ്ധ നിയമ കർമ്മസമിതി ഉടൻ വേണം ഹൈക്കോടതി.